അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനും കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറിയുമായ ആദരണീയനായ അബ്ദുറഹ്മാൻ മദനി പാലത്ത്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ BP അബ്ദുസലാം മാസ്റ്റർ അവറുകൾ, കോഴിക്കോട് നോർത്ത് ജില്ലാ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ്, കോഴിക്കോട് നോർത്ത് ജില്ലാ സെക്രട്ടറി V അബ്ദുറഹ്മാൻ സാഹിബ്, KNM പേരാമ്പ്ര മണ്ഡലം സെക്രട്ടറി MT റസാഖ് മാസ്റ്റർ, ISM ജില്ലാ പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ, ISMൻ്റെ പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് നൗഷാദ് കരുവണ്ണൂർ, ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതരായ അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി, അതേപോലെ ഷുക്കൂർ സലാഹി തുടങ്ങിയ പ്രമുഖർ, ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന നല്ലവരായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നമ്മുടെ പ്രദേശത്ത് പുതിയ ചലനങ്ങളുണ്ടാക്കി മാർച്ച് 7-ാം തീയതി ഈ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സുന്നി മുജാഹിദ് സംവാദത്തിൻ്റെ അവലോകന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വ്യക്തമായ 2 വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരു വിഭാഗങ്ങളിലെയും പണ്ഡിതന്മാർ നേർക്കുനേരെ വിഷയം ചർച്ച ചെയ്ത ഒരു സംവാദമാണ് ഇവിടെ കടന്നു പോയത്. അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കുമല്ല എന്ന സുന്നി വാദത്തെ പ്രമാണബദ്ധമായി തകർത്തെറിഞ്ഞ ഒരു സംവാദമാണ് ഈ സുരഭി ഓഡിറ്റോറിയം സാക്ഷ്യം വഹിച്ചത്. അതേപോലെ തന്നെ കൃത്യമായ പ്രമാണങ്ങളോടുകൂടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള, അത്തരം പ്രാർത്ഥനകൾ ശിർക്കാവുകയില്ല എന്നുള്ള സമസ്തയുടെ വാദത്തെ പൊളിച്ചെഴുതിയ, അതിൻ്റെ അടിവേരറുത്ത ഒരു സംവാദമാണിവിടെ കഴിഞ്ഞു പോയത്. പക്ഷേ സംവാദാനന്തരം ഇവിടെ നമ്മോടൊപ്പം സംവാദത്തിനിരുന്ന, നമ്മുടെ പണ്ഡിതന്മാരോടൊപ്പം സംവാദത്തിനിരുന്ന ആളുകൾ മലപ്പുറത്ത് സ്വീകരണ പരിപാടികൾ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും അവരുടെ തന്നെ പത്രത്തിൽ മുജാഹിദുകൾ സംവാദത്തിൽ തകർന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 13-ാം തീയതി നമ്മുടെ CD 12-ാം തീയതി തന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ വമ്പിച്ച പ്രതികരണങ്ങളാണ് പല ഭാഗത്തു നിന്നും ലഭിച്ചത്. സമസ്ത മുസ്ലിയാന്മാരുടെ എല്ലാ കുപ്രചരണങ്ങളെയും അടിവേരറുത്തുകൊണ്ട് യൂട്യൂബിലൂടെയും അല്ലാതെയും
CD-യിലൂടെ സംവാദത്തിൻ്റെ ദൃശ്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ നമ്മെ വിളിക്കുകയും ഈ കുപ്രചരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളെ ഞങ്ങൾ മനസ്സിലാക്കി എന്ന് നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് CD വ്യാപകമായ രീതിയിൽ ഇന്നിവിടെ വിതരണം നടക്കുന്നതായിരിക്കും. ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന ആളുകൾക്ക് CD കണ്ടുകൊണ്ട് എന്താണ് ഇവിടെ നടന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സംവാദം ഒരിക്കലും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഒരു വെല്ലുവിളിയോ അത്തരത്തിലുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായോ രൂപപ്പെട്ടു വന്നതല്ല. മറിച്ച് ആവളയിൽ ഞങ്ങൾ ആരംഭിച്ച ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനത്തെ, അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തെ സ്റ്റേജ് വലിച്ച് നശിപ്പിച്ച്, മൈക്ക് അടിച്ച് പൊട്ടിച്ച്, കസേലകളൊക്കെ തകർത്ത്, പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ്, ആളുകളെ തെറിവിളിച്ച് അവസാനിച്ചു പോയ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു പോയ ഒരു പരിപാടിയെ തുടർന്ന് ആവളയിൽ നടന്ന വിവിധ തരത്തിലുള്ള ദഅ്വാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ചില പരിപാടികളിൽ നിന്നാണ് ഈ സംവാദത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടക്കം. പക്ഷെ അതൊരിക്കലും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ആവള യൂണിറ്റ് നടത്തിയ വെല്ലുവിളിയുടെ ഭാഗമായിരുന്നില്ല. മറിച്ച് ആവളയിൽ നമ്മൾ സംഘടിപ്പിച്ച സലഫി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സെൻ്ററിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം എല്ലാ ആളുകളും പങ്കെടുത്ത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ മത സാമൂഹിക രംഗത്തുള്ള ആളുകളൊക്കെ പങ്കെടുത്ത വിശാലമായ ആ പരിപാടിക്ക് ശേഷം മുജാഹിദുകളെ വെല്ലുവിളിക്കുന്നു എന്ന പേരിൽ മുസ്തഫ അഷ്റഫി കക്കുപ്പടി എന്ന ഒരു സുന്നി പണ്ഡിതൻ്റെ വളരെ അപക്വമായ, ജടിലമായ പ്രഭാഷണങ്ങൾക്ക് ശേഷം വീണ്ടും തെറിപ്രഭാഷണങ്ങളും വീഡിയോ ക്ലിപ്പുകൾ മുറിച്ചിട്ടുള്ള വളരെ മോശമായ പരാമർശങ്ങളും വന്നപ്പോൾ നമ്മൾ സംഘടിപ്പിച്ച ഒരാദർശ പ്രബോധന പരിപാടിയിലേക്ക് ആവള മഹല്ല് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ഒരു കത്ത് ലഭിക്കുകയാണുണ്ടായത്. ആ കത്തിൽ അവരാവശ്യപ്പെട്ടത് തൗഹീദ് എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് കേരള നദ്വത്തുൽ മുജാഹിദീൻ തയ്യാറുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. പരസ്യമായി നമ്മുടെ സ്റ്റേജിലേക്ക് ലഭിച്ച കത്തിന് ആ വേദിയിൽ വെച്ച് തന്നെ ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി പ്രതികരണം അറിയിക്കുകയും തുടർന്നുണ്ടായ എഴുത്ത് കുത്തുകളെ തുടർന്ന് സംവാദ വ്യവസ്ഥ പേരാമ്പ്ര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് തയ്യാറാക്കപ്പെടുകയും ആ വ്യവസ്ഥയുടെ കൃത്യമായ അടിസ്ഥാനത്തിലാണ് മാർച്ച് 7-ാം തീയതി ഇവിടെ സംവാദം സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, സംവാദത്തിൻ്റെ ഒരു ഘട്ടത്തിലും തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ മോശമായ തരത്തിലുള്ള വ്യക്തിഹത്യകളും അതുപോലെ തന്നെ പ്രമാണങ്ങളോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത പ്രതികരണ രീതികളുമാണ് സമസ്തയിലെ പണ്ഡിതന്മാർ ഇവിടെ സ്വീകരിച്ചത്. നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന വാദം കൃത്യമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ യാതൊരുവിധ അങ്കലാപ്പിൻ്റെയോ യാതൊരുവിധ പ്രയാസങ്ങളുടെയോ അത്തരത്തിലുള്ള യാതൊരുവിധ പ്രസന്നമല്ലാത്ത മുഖഭാവങ്ങളുടെയോ ഒരു ചിത്രം ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ ബോധപൂർവം ഈ സംവാദത്തിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് തെന്നിമാറി മോശമായ പരാമർശങ്ങളിലൂടെ സംവാദവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിഷയത്തിലേക്ക് വരാതെ പലപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കാതെ വിഷയത്തിൻ്റെ മർമ്മമറിയാതെ സംസാരിക്കുകയാണ് ഇവിടെ സുന്നി പണ്ഡിതന്മാർ ചെയ്തത്. മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഒരു കാലത്തും തർക്കമില്ലാത്ത മുഅ്ജിസത്ത് പോലെയുള്ള ചില വിഷയങ്ങളും പ്രവാചകന്മാരുടെ അമാനുഷികമായ കഴിവുകളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന് തങ്ങളുടെ വാദത്തെ സാധൂകരിക്കാൻ പാവപ്പെട്ട മുസ്ലിയാരുട്ടികളുടെയും സാധാരണക്കാരുടെയും മുമ്പിൽ സാധൂകരിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് യഥാർത്ഥത്തിൽ അവരിവിടെ നടത്തിയത്.
ഇൻഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ CD പുറത്തിറങ്ങിയതോടുകൂടി ഞങ്ങളുടെ പ്രദേശത്ത് ആവളയിൽ ഞങ്ങൾ ആ CD പരസ്യമായി ഡിസ്പ്ലേ ചെയ്യുകയും ആ പരസ്യ പ്രദർശനത്തിന് ശേഷം അതിനു മുമ്പേ തന്നെ ഒരുപാട് ആളുകൾ ആവളയിൽ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ആവള ശാഖ കമ്മിറ്റിയിൽ ഒരു പുതിയ ആളുകൂടി വന്നു ചേർന്ന് ഞങ്ങളുടെ മിനിറ്റ്സിൽ ഒപ്പിട്ടു എന്നതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ഈ സംവാദത്തിന് ശേഷം അവരുടെ പക്ഷത്തേക്ക് മാറിയിട്ടില്ല. പക്ഷെ അവർ പ്രചരിപ്പിച്ചത് ഞങ്ങളാണ് സംവാദത്തിൽ വിജയിച്ചത്, മുജാഹിദുകളാകെ തകർന്നടിഞ്ഞിരിക്കുന്നു, അവരുടെ അടിവേര് അറുക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ആ പക്ഷത്തേക്ക് മാറേണ്ടതാണ്. കാരണം അവരുടെ വാദം സ്ഥിരപ്പെട്ടു എന്നാണ്, അവർ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇത്തരം വളരെ അപക്വമായ അബദ്ധജടിലമായ വാദങ്ങൾ ഇസ്ലാമിക വേദികളിലേക്ക് കൊണ്ടുവരുന്നതും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും നമുക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ കളവ്, വഞ്ചന, അതുപോലെയുള്ള കാര്യങ്ങൾ ഇണക്കി ചേർക്കുക എന്നത് ഒരു തരത്തിലും ഭൂഷണമായ ഒരു കാര്യമല്ല. പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ ഒരു സംവാദത്തിൻ്റെ മുമ്പേ തന്നെ കൃത്യമായ അജണ്ട തയ്യാറാക്കി അവർക്കുള്ള സ്വീകരണം ഒരുക്കാനുള്ള വേദി തയ്യാറാക്കുകയായിരുന്നു. മാത്രമല്ല വളരെ കൃത്യമായി തന്നെ അവരുടെ പത്രത്തിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും അവർ യഥാർത്ഥത്തിൽ ആസൂത്രണം നടത്തിയിരുന്നു. സംവാദത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഖുർആനിക വചനങ്ങളോ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളോ ഒന്നും പരാമർശിക്കാതെ സംവാദത്തിൽ വിജയിച്ചു എന്ന രീതിയിൽ പത്രധർമ്മത്തിന് തീരെ നിരക്കാത്ത രീതിയിലാണ് സുപ്രഭാതം എന്ന ഈ പുതിയ പത്രം, അഹ്ലുസുന്നത്തിൻ്റെ പത്രം എന്ന് പറയുന്ന സമസ്തയുടെ മുഖർറിബീങ്ങളായ ആലിമീങ്ങൾ നടത്തപ്പെടുന്ന പത്രം എന്ന് പറയുന്ന പത്രം ഭൗതിക പത്രങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സോഷ്യൽ മീഡിയയിലൂടെ അതിനെ ചെറുക്കാനും അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്താനും നമുക്ക് സാധിച്ചത് കൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങളൊന്നും യഥാർത്ഥത്തിൽ നിലനിന്നിട്ടില്ല. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില നീർക്കുമിളകൾ പോലെ അത് കെട്ടടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആളുകൾക്ക് ഈ സംവാദത്തിൽ ഉയർത്തപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനും ഉണ്ട്. ആ പഠനത്തിൻ്റെയും ചിന്തയുടെയും ഭാഗമായിട്ടാണ് ഈ അവലോകന സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈ സംവാദത്തിൽ വമ്പിച്ച വിജയം നേടി അതിൻ്റെ നേതാക്കന്മാർക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകാൻ തീരുമാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ട ഒരു സമ്മേളനമല്ല. മറിച്ച് സംവാദത്തിൽ എന്താണ് അഖിലുസുന്നത്തിൻ്റെ ആളുകൾ എന്ന പേരിൽ പറയപ്പെട്ട അവർ ഇവിടെ പറഞ്ഞത് എന്നത് സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പണ്ഡിതോചിതമായ വിശദീകരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ മഗ്‌രിബിന് ശേഷം നടക്കാൻ പോകുന്നത്. വീഡിയോ ക്ലിപ്പിങ്ങുകളിലൂടെ സംവാദത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെയുള്ള ഒരു അവലോകനം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എത്ര നീണ്ടു നിന്നാലും അത് പൂർത്തിയാകാതെ ഈ ഹാളിൽ നിന്ന് ആരും വിട്ടുപോകാൻ പാടില്ല എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാനെൻ്റെ ആമുഖ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദം ഞങ്ങളുടെ പ്രദേശത്ത് വളരെ വലിയ ഒരു സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. വളരെ നിഷ്പക്ഷമതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സംവാദത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ലെങ്കിലും നമ്മുടെ പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുന്നി പണ്ഡിതന്മാർ ചൂളിപ്പോകുന്നത് കണ്ടിട്ട് വളരെ നല്ല പ്രതികരണങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് ഈ ഭാഗത്തിരുന്ന് സംസാരിച്ച മുസ്ലിയാക്കന്മാരെ ആ സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കാൻ ആവളയിൽ നിന്ന് ആരും പോയിട്ടില്ലായിരുന്നോ എന്ന ഒരു ചോദ്യം ഒരു സഹോദരി, മുജാഹിദല്ലാത്തൊരു സഹോദരി ആവളയിൽ ഉയർത്തിയിട്ടുണ്ട്. ഈ പേരാമ്പ്രയിൽ ഈ സംവാദത്തിൻ്റെ സാങ്കേതിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരുന്ന
ഒരു സുന്നി സഹോദരൻ പ്രതികരിച്ചത്, മുസ്ലിയാന്മാരുടെ തട്ടിപ്പ് ഇന്നാണ് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായത് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ നിഷ്പക്ഷമതികളായ ആളുകൾ ഈ സംവാദത്തെ വിലയിരുത്തിയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ഖുർആനിക വചനങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളിലെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ചില പുസ്തകങ്ങളിലെ അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റിയിട്ടുള്ള ചില ശകലങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു പേരാണ് കുഞ്ഞീദ് മദനി. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പണ്ഡിതന്മാരായ മുഫസ്സിറുകളായ ഹദീസ് വ്യാഖ്യാതാക്കളായ ആധികാരിക പണ്ഡിതന്മാരുടെ അറബി ഭാഷയിലുള്ള മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ ലളിതമായി വിവരിച്ചു തന്ന് തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു പണ്ഡിതനായിരുന്നു കുഞ്ഞീദ് മദനി. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും തൗഹീദിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ അദ്ദേഹത്തിൻ്റെ ചിന്തകളോ നമ്മളിൽ ഉയർത്തിയിട്ടില്ല. പക്ഷേ നമ്മളെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. കുഞ്ഞീദ് മദനി നേരത്തെ ഒന്ന് പറഞ്ഞു, ഇപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ വേറൊന്ന് പറയുന്നു എന്നൊക്കെയുള്ള അബദ്ധ ജടിലമായ ജൽപ്പനങ്ങൾ അവരിവിടെ നടത്തിയത്. ഒരു തരത്തിലും ഇവിടെ അട്ടിക്ക് വെച്ച ഒരൊറ്റ കിതാബ് പുറത്തെടുക്കാനോ ആ കിതാബിൽ നിന്ന് ഉദ്ധരണികൾ വായിക്കാനോ അവർ തയ്യാറായിട്ടില്ല, അവർക്കതിനിട്ട് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഈ തരത്തിൽ സംവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള ആധിപത്യവും ലഭിക്കാതെ ഇവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോയ ആളുകളാണ് സംവാദത്തിൻ്റെ വിജയികളാണ് എന്ന രീതിയിൽ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, ഈ മുജാഹിദ് പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഉദ്ധരണി വായിച്ചപ്പോൾ പണ്ഡിതന്മാരുടെയും അവരുടെ മുമ്പിലിരുന്ന മുസ്ലിയാരുട്ടികളുടെയും മുഖഭാവം നമ്മൾ കാണേണ്ടതായിരുന്നു. CD-യിൽ നമ്മളത് വളരെ കൃത്യമായി കാണുന്നുണ്ട്. അതിൽ പലരും മുഹീദ്ദീൻ ശൈഖിൻ്റെ ഉദ്ധരണി ആദ്യമാണ് കേട്ടത് എന്ന ഒരു തോന്നലാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കുണ്ടായത്. മുഹീദ്ദീൻ ശൈഖിൻ്റെ പേരിൽ എഴുതപ്പെട്ട മാലപ്പാട്ടുകളും അതുപോലെ തന്നെ ആരാലോ രചിക്കപ്പെട്ട അബദ്ധജടിലമായ വരികളും പഠിച്ചു എന്നല്ലാതെ ശൈഖിൻ്റെ യഥാർത്ഥ കിതാബുകളെ പരിചയപ്പെടാനോ അതിൽ പറഞ്ഞിരിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ മനസ്സിലാക്കാനോ ഈ മുസ്ലിയാരുട്ടികൾക്ക് ഒരു പക്ഷേ ഈ വേദിയിലിരുന്ന മുസ്ലിയാക്കന്മാർക്കും ഒരു പക്ഷേ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഒരുപാട് വചനങ്ങളിലൂടെ നമ്മുടെ പണ്ഡിതന്മാർ കടന്നു പോയപ്പോൾ ഈ സ്റ്റേജിലിരുന്ന 2 പണ്ഡിതന്മാരിൽ ബാക്കിയുള്ള 8 പണ്ഡിതന്മാർ പലപ്പോഴും സാഗൂതം ഹനീഫ് കായക്കൊടിയുടെ പ്രഭാഷണത്തിൻ്റെ ആ ഒരു ചാതുരിയുടെ മുമ്പിൽ വളരെ മൂകമായി നോക്കി നിൽക്കുന്നതാണ് ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈ സംവാദത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു പ്രചരണം അഴിച്ചുവിടുകയും ഈ പേരാമ്പ്രയിലോ ഞങ്ങളുടെ ആവളയിലോ അതിനൊരു വിശദീകരണം സംഘടിപ്പിക്കാതെ മലപ്പുറത്ത് പോയി വിശദീകരണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു കൂട്ടരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എതിർ കക്ഷികൾ. പലപ്പോഴും ഒരു കാര്യത്തിലും നേരത്തെ കേരളത്തിൽ നടന്ന പല സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യത്തിലും അവർക്ക് ആധിപത്യം ചെലുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ പരിഹാസത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ അവർ കുറച്ച് മുന്നിട്ട് നിന്നിട്ടുണ്ടാകാം. വേദിയിലിരുന്ന ബഹുമാന്യ പണ്ഡിതൻ ഹംസ ബാക്കവി, അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദിൻ്റെ മൂത്താപ്പയാണ്, വാപ്പയുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഇവിടെ വേദിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കാനും ഉസ്താദ് സമയം കണ്ടെത്തിയിരുന്നു. സംവാദം കഴിഞ്ഞതിൻ്റെ ശേഷവും അദ്ദേഹം സമയം കണ്ടെത്തുകയും ആവളയിൽ നിന്ന് വന്ന പല സുന്നി സുഹൃത്തുക്കളും അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സുന്നി പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് ബഹുമാന്യനായ ഹംസ ബാക്കവിയെയാണ്. യഥാർത്ഥത്തിൽ ഹംസ ബാക്കവിയോട് സംസാരിച്ചിട്ടില്ല. ഹംസ ബാക്കവി അവർക്കെതിരെ ഒരു പരാമർശവും ഇവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഹംസ ബാക്കവിയുടെ സാന്നിധ്യം തന്നെ അവർക്ക് വമ്പിച്ച അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. ഈ തരത്തിൽ സംവാദത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ 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 താഴ്ന്ന നിലവാരം പുലർത്തി അടിഞ്ഞുപോയ ആളുകളാണ് ഇവിടെ വന്ന് ഈ കോപ്രായങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തൊക്കെയുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ്, മുജാഹിദുകൾക്ക് എന്ത് പറ്റി, സംവാദത്ത് തോറ്റുപോയോ? ഞാൻ പറഞ്ഞു 13-ാം തീയതി ഇൻഷാ അല്ലാഹ്
സംവാദത്തിൻ്റെ CD ആവളയിൽ വളരെ ഓപ്പണായിട്ട് പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾ കാണാൻ വരിക. തോറ്റുപോയ CD പ്രദർശിപ്പിക്കാൻ മന്ദബുദ്ധികളായ ആളുകളാണോ ഞങ്ങളെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും മറുഭാഗത്ത് ഉള്ളത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒരുപാട് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് പരാമർശിക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പലതും പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മുടെ സമയവും ഈ സദസ്സിൻ്റെ ഒരു മാന്യതയും നിലനിർത്തുന്നത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശം അവരോട് സംവാദത്തിൽ ജയിക്കലോ അല്ലെങ്കിൽ അവരെ സംവാദത്തിൽ പരാജയപ്പെടുത്തിയെന്ന് പറയലോ അല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഇതാണ് ഹക്ക് എന്ന് നിഷ്പക്ഷമതികളായ ആളുകളെ മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. അത് ഇൻഷാ അല്ലാഹ് വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് യുവ സുഹൃത്തുക്കൾ ആവളയിൽ കൂടുതൽ പഠിക്കാനും ഞങ്ങളോട് സഹകരിക്കാനും സന്മനസ് കാണിച്ചിരിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ വന്ന CK ജാസിർ യഥാർത്ഥത്തിൽ സുന്നിയുമല്ല മുജാഹിദുമല്ലാതെ ഈ വേദിയിലേക്ക് കടന്നു വന്ന് ടിക്കറ്റില്ലാതെ ആദ്യത്തെ സെഷനിൽ ഇറങ്ങിപ്പോയ ഒരാളായിരുന്നു. ഉച്ചക്കത്തെ സെഷനിൽ ഒഴിവ് വന്ന ഒരു കൂപ്പൺ കൊടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഹാളിൽ കയറ്റിയിരുത്തുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹം ഇന്നലെ KNM ആവള യൂണിറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ മിനിറ്റ്സിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു സുഹൃത്തും ഞങ്ങളോട് ആഭിമുഖ്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പലരും വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ ആവളയിൽ വളരെ പ്രകടമായ ഒരു സ്വാധീനം. ആവളയിലെ മുഴുവൻ ജനങ്ങൾക്കും സംവാദം കേൾക്കണം, ആവളയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സംവാദം കേൾക്കണമെന്നൊക്കെയാണ് വ്യവസ്ഥയുടെ സമയത്ത് വെല്ലുവിളി നടത്തിയത്. വ്യവസ്ഥ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം അതിൻ്റെ CD. അതിലിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അന്ന് വെല്ലുവിളിച്ച ആളുകൾ 32 33 പേരാണ് ഇവിടെ പങ്കെടുത്തത്. അതും യഥാർത്ഥത്തിൽ ആവളയുടെ ഹൃദയഭാഗത്ത് നിന്നുള്ള ആളുകൾ മാത്രമല്ല, മറിച്ച് അടുത്ത മഹലിലുള്ള ആളുകളെ കൂടി ചേർത്തിട്ടാണ് 33 പേര് പങ്കെടുത്തത്. ഇവിടെ മറുഭാഗത്തിരുന്ന മുസ്ലിയാരുട്ടികൾ അവർ നന്ദിയിലുള്ളതാണോ പെരിന്തൽമണ്ണയുള്ളതാണോ തിരുവനന്തപുരത്തുള്ളതാണോ എന്നുള്ള യാതൊരു ധാരണയും നമുക്കില്ല. ഇത്തരത്തിൽ സംവാദത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടാനുള്ള ശ്രമം നടത്തിയ ആളുകളാണ് പിന്നീട് പറയുന്നത് ഞങ്ങൾ സംവാദത്തിൽ വിജയിച്ചിരിക്കുന്നുവെന്ന്. ഈ കോലാഹലങ്ങൾ കൊണ്ടൊന്നും യഥാർത്ഥത്തിൽ നാളെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് പണ്ഡിതന്മാരായ ഈ ആളുകൾക്കില്ലെങ്കിലും പാമരന്മാരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് തൗഹീദ്, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായി വിശ്വസിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് ഈ സംവാദത്തിൻ്റെ സന്ദേശം. ഈ സംവാദത്തിൽ മുജാഹിദുകൾ ജയിച്ചു, സുന്നികൾ ജയിച്ചു എന്നത് പറയുന്നതിലുപരി ഈ സംവാദത്തിൻ്റെ CD നിങ്ങൾ കാണുകയും അതിൽ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സത്യത്തിലേക്ക് നിങ്ങൾ വരികയും ചെയ്യണമെന്നാണ് ഇത്തരണത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഇത്തരം സംരംഭങ്ങളെ, ദീനിൻ്റെ മാർഗത്തിലുള്ള ഇത്തരം മുന്നേറ്റങ്ങളെ ശക്തമായ രീതിയിൽ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ തരുണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചടങ്ങിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഔപചാരികതയുടെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. 5 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞത്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും പലരും 5-5:10 ഉള്ളിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരും. നമ്മുടെ പണ്ഡിതന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. മഗ്‌രിബിന് ശേഷമാണ് നമുക്ക് വളരെ കൃത്യമായ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനുള്ളത്.